നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരുപക്ഷേ പുരോഗതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണയെ തന്നെ മാറ്റിമറിച്ചേക്കാം. നമ്മളെല്ലാം വിചാരിക്കുന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ വിജയിക്കാൻ സാധിക്കൂവെന്നല്ലേ? എന്നാൽ ശരിക്കുമുള്ള വിജയം അതല്ല. എല്ലാ ദിവസവും നമ്മൾ വെക്കുന്ന ചെറിയ സ്ഥിരമായ ചുവടുകൾക്കാണ് ഏറ്റവും വലിയ വില. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് നമ്മൾ മിക്കപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതെന്ന്? നമ്മൾ നല്ല ആവേശത്തിൽ ഒരു പുതിയ കാര്യം തുടങ്ങും, ജിമ്മിൽ പോകാൻ അല്ലെങ്കിൽ ഒരു പുതിയ ഭാഷ പഠിക്കാൻ. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും ആ ആവേശമൊക്കെ പോകും. എന്താവും ഇതിന് കാരണം? ഇതിന് പിന്നിൽ വളരെ ലളിതമായ ഒരു മനഃശാസ്ത്രമുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ വിചാരിക്കുന്നത് വിജയം ഒരു ലോട്ടറി അടിക്കുന്നത് പോലെയാണെന്നാണ്. ഒറ്റ ദിവസം കൊണ്ട് ഒരു ഇടിമിന്നൽ പോലെ ജീവിതം മാറിമറിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു വലിയ ട്വിസ്റ്റ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാൻ നമ്മൾ കാത്തിരിക്കും. അപ്പോൾ ആ വലിയ റിസൾട്ട്, ആ ലോട്ടറി പെട്ടെന്നൊന്നും കിട്ടാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മോട്ടിവേഷൻ പോകും. നമ്മൾ സ്വയം പറയും, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, എന്നിട്ട് നമ്മൾ നിർത്തിക്കളയും. അവിടെയാണ് നമുക്ക് ശരിക്കും തെറ്റുന്നത്. അപ്പോൾ ഈയൊരു തെറ്റായ ചിന്താഗതി, അതായത് ഒറ്റയടിക്ക് വലിയ മാറ്റം വരണമെന്നുള്ള ആ ഒരു ധാരണ, അതിനെ നമുക്ക് കുതിച്ചുചാട്ടത്തിന്റെ മിഥ്യാബോധം എന്ന് വിളിക്കാം. യഥാർത്ഥത്തിൽ നമ്മുടെ പുരോഗതിയുടെ ഏറ്റവും വലിയ ശത്രു ഇതുതന്നെയാണ്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, റുക്ന മനാഹെ, അതായത് നിർത്താൻ പാടില്ല. നിങ്ങളുടെ ശത്രു പരാജയപ്പെടുന്നതല്ല, ശ്രമം നിർത്തുന്നതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളം നാറിപ്പോകില്ലേ? അതുപോലെയാണ് നിശ്ചലമായ ജീവിതവും. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ശരി, അപ്പോൾ ഈ പ്രശ്നത്തിന് എന്താണ് ഒരു പരിഹാരം? ഇവിടെ മുതലാണ് ഈ വിഷയം ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവാൻ പോകുന്നത്. വലിയ കുതിപ്പുകളെ മറന്നേക്കൂ. പകരം നമുക്ക് 1% മെച്ചപ്പെടുത്തലിന്റെ മാന്ത്രികതയെക്കുറിച്ച് സംസാരിക്കാം. അതെ, ഇതാണ് നമ്മുടെ മാന്ത്രിക സൂത്രം, 1% നിയമം. ആശയം വളരെ സിമ്പിളാണ്. എല്ലാ ദിവസവും വെറും 1% നിങ്ങൾ മെച്ചപ്പെട്ടാൽ മതി. 1% എന്ത് മാറ്റമുണ്ടാക്കാനാ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, അല്ലേ? പക്ഷേ ഇതിന്റെ ശക്തി ശരിക്കും അവിശ്വസനീയമാണ്. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ, അതായത് 0-നേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് നല്ലതാണ് വളരെ ചെറിയൊരു പുരോഗതിയെങ്കിലും ഉണ്ടാകുന്നത്. ഏറ്റവും വലിയ ദൂരമെന്ന് പറയുന്നത് 0-ൽ നിന്ന് 1-ലേക്കുള്ളതാണ്. ഈ സംഖ്യ ഒന്നുകൂടി നോക്കൂ, വെറും 1%. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ടല്ലേ? അതിലെ ഒരു 15 മിനിറ്റ് മാത്രം മതിയാകും ഈ 1% മാറ്റം കൊണ്ടുവരാൻ. അത്രയേ ഉള്ളൂ കാര്യം. ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ഈ ചെറിയൊരു പ്രയത്നമാണ് യഥാർത്ഥത്തിൽ ഒരു അത്ഭുതത്തിന്റെ വിത്ത്. ഇപ്പോഴും സംശയമുണ്ടോ, ഇത്ര ചെറിയൊരു കാര്യം എങ്ങനെ വലിയ മാറ്റമുണ്ടാക്കുമെന്ന്? അതിന്റെ ഉത്തരം കണക്കിലുണ്ട്, ഗണിതശാസ്ത്രത്തിൽ. അപ്പോ ഇതാണ് ആ മാജിക് നമ്പർ 37x. എന്താണതെന്നല്ലേ? നിങ്ങൾ എല്ലാ ദിവസവും വെറും 1% വെച്ച് മെച്ചപ്പെടുകയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ പഴയതിനേക്കാൾ 37 മടങ്ങ് മികച്ചതായി മാറും. 1-2 അല്ല, 37 മടങ്ങ്. ഇത് വെറുതെ പറയുന്നൊരു മോട്ടിവേഷനല്ല. കണക്കുകൾ ഒരിക്കലും കള്ളം പറയില്ല. ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ ശക്തി. നമ്മൾ ബാങ്കിൽ പൈസ ഇടുമ്പോൾ പലിശയ്ക്ക് പലിശ കിട്ടില്ലേ? അതുപോലെയാണിതും. നിങ്ങളുടെ ഓരോ ദിവസത്തെയും ചെറിയ പരിശ്രമം അടുത്ത ദിവസത്തേക്കൊരു മുതൽക്കൂട്ടാകുന്നു. അങ്ങനെ ഓരോ ചുവടും എളുപ്പമായി വരും. ഓക്കെ, അപ്പോൾ ഈ 1% നിയമം വർക്കാവണമെങ്കിൽ ഒരു രഹസ്യ ചേരുവ കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? സ്ഥിരത. അതെ, കൺസിസ്റ്റൻസി. ഗുരുദേവ് പറഞ്ഞതുപോലെ യഥാർത്ഥ പുരോഗതി എള്ള് ഓരോന്നായി പിഴിഞ്ഞ് എണ്ണയെടുക്കുന്നതുപോലെയാണ്. എത്ര മനോഹരമായൊരു ഉപമയാണല്ലേ? ക്ഷമയും സ്ഥിരതയും വേണം. ഒറ്റ രാത്രി കൊണ്ട് ഒന്നും സംഭവിക്കില്ല. ഇത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. ഒരു വെള്ളത്തുള്ളി, അതൊരു വലിയ കരിങ്കല്ലിൽ വീണാൽ എന്ത് സംഭവിക്കും? സത്യം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. ഒരു കാര്യവുമില്ലാത്ത പണിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇവിടെയാണ് കളി മാറുന്നത്. കല്ലിന്റെ ശക്തി അതിന്റെ ഉറപ്പാണ്, അതിന്റെ ബലമാണ്. എന്നാൽ വെള്ളത്തുള്ളിന്റെ ശക്തിയോ? അതതിന്റെ സ്ഥിരതയാണ്. ഒരേ സ്ഥലത്ത് വീണ്ടും വീണ്ടും മുടങ്ങാതെ പതിക്കാനുള്ള കഴിവ്. അങ്ങനെ വർഷങ്ങളോളം ആ വെള്ളത്തുള്ളി ഒരേ സ്ഥലത്ത് വീണുകൊണ്ടിരുന്നാൽ ആ ഉറച്ച കല്ലിനെപ്പോലും അതിനെ പിളർക്കാൻ കഴിയും, പർവ്വതങ്ങളെപ്പോലും മുറിക്കാൻ കഴിയും. അതാണ് സ്ഥിരതയുടെ ശക്തി. ചെറിയ കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുമ്പോൾ വലിയ ലക്ഷ്യങ്ങൾ പോലും വഴിമാറും. ഓക്കെ, ഇപ്പോൾ തിയറിയൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷേ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം, അല്ലേ? അതിനായി വളരെ സിമ്പിളായ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ട്. വെറും 3 സ്റ്റെപ്പുകൾ. 1. നിങ്ങൾക്ക് മെച്ചപ്പെടുത്തേണ്ട ഒരൊറ്റ ശീലം തിരഞ്ഞെടുക്കുക. അത് വായനയോ വ്യായാമമോ
എന്തുമാകാം. 2. അതിൽ വെറും 1% മാത്രം മെച്ചപ്പെടുത്താൻ ലക്ഷ്യം വെക്കുക. 1 പേജ് കൂടുതൽ വായിക്കുക, അല്ലെങ്കിൽ 1 മിനിറ്റ് കൂടുതൽ നടക്കുക. അത്രയുള്ളൂ. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും, എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക. ചോദ്യം ഇതാണ്: ഞാൻ ഇന്ന് 1% മെച്ചപ്പെട്ടുവോ? ഈ ഒരൊറ്റ ചോദ്യം മതി നിങ്ങളെ ട്രാക്കിൽ നിർത്താൻ. ഞാൻ ഇന്നലത്തേക്കാൾ 1% ബെറ്ററായോ? 1 മിനിറ്റ് കൂടുതൽ വ്യായാമം ചെയ്തോ? 1 പേജ് കൂടുതൽ വായിച്ചോ? ആ ഒരു ചെറിയ ടിക്ക് കിട്ടിയാൽ മതി. അതായത് ഭാവിയെക്കുറിച്ചോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇന്നിനെ ജയിക്കുന്നവൻ ഭാവിയെ താനേ ജയിക്കും. നിങ്ങൾ ഇന്നത്തെ ആ 1% മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബാക്കിയെല്ലാം തനിയെ ശരിയായിക്കോളും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നാളെ കിട്ടാൻ പോകുന്ന വലിയ ഫലത്തേക്കാൾ വലുതാണ് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറിയ കർമ്മം. കാരണം ആ ചെറിയ പ്രവൃത്തിയിൽ നിന്നാണ് നാളത്തെ വലിയ വിജയമുണ്ടാകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് നിങ്ങളുടെ ഇന്നത്തെ ആ 1%?